നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ ഒരിക്കൽ പോലും ലീഡ് ചെയ്യാനാകാതെ LDF സ്ഥാനാർത്ഥികൾ. കൗണ്ടിംഗ് 2 മണിക്കൂർ പിന്നിടുമ്പോൾ ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ മാത്രമാണ് അല്പമെങ്കിലും മുന്നോട്ട് നിൽക്കുന്നത്. 5789 മാത്രമാണ് ഇവിടെ രാധാകൃഷ്ണന് ലീഡ് നില. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നിന്നും വിജയിച്ച AM ആരിഫിന് ഒരിക്കൽ പോലും വ്യക്തമായി ലീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ BJPയുടെ ശോഭാ സുരേന്ദ്രനും കോൺഗ്രസിന്റെ KC വേണുഗോപാലും തമ്മിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്. ചിഹ്നം നിലനിർത്താൻ പാടുപെടുന്ന CPMന് കനത്ത തിരിച്ചടിയാണ് ആദ്യ മണിക്കൂറുകളിൽ ഫലസൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലത്തിലും LDFന്റെ തോൽവിയാണ് പ്രവചിച്ചതും. ഇപ്പൊ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം തൃശൂരിൽ ലീഡ് നിലനിർത്തി മുന്നോട്ട് തന്നെ കുതിക്കുകയാണ് സുരേഷ് ഗോപി. 18,000 വോട്ടുകൾക്ക് മുന്നിലാണ് NDA സ്ഥാനാർത്ഥി ഇപ്പോൾ ഉള്ളത്. ത്രികോണ മത്സരം പ്രതീക്ഷിച്ച തൃശൂരിൽ ആദ്യഘട്ടം മുതൽ സുരേഷ് ഗോപി ലീഡ് നിലയിൽ മുന്നിൽ തന്നെയായിരുന്നു. എന്നാൽ UDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. രാവിലെ 10 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 1,00,000-ലധികം വോട്ടുകൾ ഇതിനോടകം തന്നെ സുരേഷ് ഗോപിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2ാം സ്ഥാനത്ത് തുടരുന്ന LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് 82,000 വോട്ടുകളാണ് ഇതുവരെ ലഭിച്ചത്. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട UDFന്റെ K മുരളീധരൻ 72,000 വോട്ടുകൾ മാത്രമാണ് നേടിയതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമായതോടെയായിരുന്നു സിറ്റിംഗ് MP TN പ്രതാപനെ മാറ്റി വടകര MP ആയ K മുരളീധരനെ തൃശൂരിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ള തീരുമാനത്തിൽ UDF എത്തിയത്. പാർട്ടിയുടെ ക്രൈസിസ് മാനേജർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുരളീധരൻ കനത്ത വെല്ലുവിളി ഉയർത്തുമെന്നും സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ പ്രാപ്തനാണ് എന്നും UDF വിലയിരുത്തിയിരുന്നു. എന്നാൽ ആദ്യ മണിക്കൂറുകളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ പോലും മുരളീധരനെ മറികടന്ന് UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് 17 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരിടത്ത് മാത്രമാണ് LDF സ്ഥാനാർത്ഥിക്ക് ലീഡ് ചെയ്യാനായതും.